നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. Extension cord. Flexi Electronics and Home Appliances. Flexi. Life Easy. നേപ്പാളിനെയും ഉത്തരേന്ത്യയും പിടിച്ചുകുലുക്കി വീണ്ടും ഭൂചലനം. നേപ്പാളിൽ മരണം 50 കവിഞ്ഞു. 1000-ലധികം പേർക്ക് പരിക്ക്. മരണസംഖ്യ ഉയരും. ഉത്തരേന്ത്യയിൽ മരണം 15-ലേറെ. കൊച്ചിയിലും പ്രകമ്പനം. കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി UDF മധ്യമേഖലാ ജാഥ മാറ്റി. ജോസ് കെ മാണിയെ ക്യാപ്റ്റനാക്കിയേക്കും. അസ്വാഭാവികതയില്ലെന്ന് VM സുധീരൻ. മാണി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിൽ ജോസഫ് വിഭാഗത്തിന് അതൃപ്തി. മോദി സർക്കാർ ഭൂനിയമങ്ങളെ കൊല ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധി. कि सबसे बड़े चोर खुले दिन में आते हैं, सबके सामने आते हैं और सूट पहन कर आते हैं. ഭൂമി ഏറ്റെടുക്കൽ ബിൽ പാസാക്കാൻ അനുവദിക്കില്ല. പാർലമെന്റിൽ തോറ്റാൽ തെരുവിൽ നേരിടും. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. കോപ്പിയടിച്ച് പിടിക്കപ്പെട്ട TJ ജോസിനെ തൃശൂർ റേഞ്ച് IG സ്ഥാനത്ത് നിന്ന് മാറ്റി. കോപ്പിയടി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി തള്ളി. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെയും കൂട്ടാളിയെയും രാഷ്ട്രീയ തടവുകാരായി കാണണമെന്ന് CPI. രൂപേഷിനെ കേരളത്തിലെത്തിച്ച് ക്യൂ ബ്രാഞ്ച് തെളിവെടുക്കും. കൊല്ലത്ത് കസ്റ്റഡിയിലെടുത്ത 2 പേർക്ക് മാവോയിസ്റ്റ് ബന്ധമെന്ന് പോലീസ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മധ്യമേഖലാ ജാഥ മാറ്റിവെക്കാൻ UDF കക്ഷി നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. ഈ മാസം 27-നാണ് മധ്യമേഖലാ ജാഥ ആരംഭിക്കുക. അതേസമയം അന്വേഷണം നീളുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാം രംഗത്തെത്തി. രാഹുൽ ഗാന്ധി വന്ന പരിപാടി 25-26 അസൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഈ 27-ാം തീയതി എന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നത്. ജാഥ മാറ്റരുതെന്ന് കോൺഗ്രസും ഘടകകക്ഷികളും ഒരുപോലെ യോഗത്തിൽ നിലപാടെടുത്തു. എന്നാൽ ജാഥ മാറ്റിയേ തീരുവെന്നും അല്ലെങ്കിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്നും കേരള കോൺഗ്രസ് എം പ്രതിനിധി ജോയ് എബ്രഹാം നിലപാട് വ്യക്തമാക്കി. ഇതോടെ ഘടകകക്ഷികളും കോൺഗ്രസും വഴങ്ങുകയായിരുന്നു. കെ മാണി സാറിനെ പോലെ സീനിയറായിട്ടൊരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ വ്യക്തിപരമായ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ചില അസൗകര്യങ്ങൾ വന്നു എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് മധ്യമേഖലാ ജാഥയിൽ ചില മാറ്റം വന്നു. അതേസമയം ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടല്ല ജാഥാ മാറ്റം ആവശ്യപ്പെട്ടതെന്ന് ജോയ് എബ്രഹാം പറഞ്ഞു. എന്നാൽ അന്വേഷണം നീണ്ടുപോകുന്നതിലുള്ള അതൃപ്തി അദ്ദേഹം വ്യക്തമാക്കി. ചോദ്യം ചെയ്യുന്നതിന് മുന്നേ മാധ്യമങ്ങൾ കൂടിയാണ് എല്ലാം പുറത്തു വരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചോദ്യം ചെയ്യാൻ അവരാളുകളെ വിളിക്കുന്നത് ആ ആളുകളെ അറിയിക്കുന്നതിന് മുമ്പ് ചാനലുകാരല്ലേ അറിയും. നിങ്ങൾ പറഞ്ഞത് ഇപ്പം ചാനൽ നോക്കിയല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നു. അതിപ്പോൾ 6-7 മാസമായിട്ട് നടക്കുകയല്ലേ. അതിങ്ങനെ 6 മാസം 7 മാസമായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ. അത് എപ്പോഴെങ്കിലും തീരട്ടെ. മറ്റെല്ലാ ജാഥകളുമായും നേരത്തെ തീരുമാനിച്ച പ്രകാരം പൂർണ്ണതോതിൽ സഹകരിക്കുമെന്നും ജോയ് എബ്രഹാം വ്യക്തമാക്കി. G ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ തുടർന്നാണ് ജാഥകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായതെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ജോസ് കെ മാണിയെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റനാക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും വിവരം ലഭിക്കുന്നുണ്ട്. അതേസമയം ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് കേരള കോൺഗ്രസിൽ ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ജോസഫ് ഗ്രൂപ്പ് കടുത്ത പ്രതിഷേധത്തിലുമാണ്. വയനാട്ടിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി KM മാണിക്ക് ഉറപ്പുകൾ നൽകിയത്. കുറ്റപത്രം വേഗത്തിലാക്കണമെന്ന മാണിയുടെ ആവശ്യത്തിലാണ് നിർണായക ഉറപ്പ്. ഇതുകൂടാതെ മകൻ ജോസ് കെ മാണിയെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റനാക്കണമെന്ന ആഗ്രഹവും മാണി പ്രകടിപ്പിച്ചു. ഇതും മുഖ്യമന്ത്രി അംഗീകരിച്ചു. മധ്യമേഖലാ ജാഥ മാത്രം മാറ്റിയാൽ മതിയെന്ന നിലപാടിലേക്ക് എത്തിയതിനും കാരണം ഇതുതന്നെ. ജോസ് കെ മാണി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയേക്കുമെന്ന് ജോയ് എബ്രഹാം പരസ്യമായി പറഞ്ഞതിനും കാരണം ഇതാണ്. ആകാം, ആരും കേരള കോൺഗ്രസ് ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ട്. ഇത് അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. UDFിൽപ്പെട്ടവരാരും അത് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതിനിടെ പാർട്ടിയിൽ ഏകപക്ഷീയ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ജോസഫ് വിഭാഗം കടുത്ത പ്രതിഷേധത്തിലാണ്. CF തോമസിനെ ജാഥ ക്യാപ്റ്റനാക്കിയത് അറിഞ്ഞില്ല. CFന്റെ പിന്മാറ്റവും അറിഞ്ഞില്ല. മേഖലാ ജാഥ മുഴുവനായി മാറ്റണമെന്നാവശ്യപ്പെട്ട ശേഷം ഇതിൽ നിന്നും പിന്മാറിയതും തങ്ങളോട് ആലോചിച്ചിട്ടല്ല. KM മാണി സ്ഥലത്തില്ലാതിരുന്നിട്ടും PJ ജോസഫ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ഇതാണെന്നും സൂചനയുണ്ട്. ഒരു ജാഥ മാത്രം മാറ്റിവെച്ചത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ജോസഫ് വിഭാഗം നേതാവ് ആന്റണി രാജു പറഞ്ഞു. ഒരു ജാഥ മാത്രം മാറ്റിവെക്കുന്നത് ഒരു ശരിയായ സന്ദേശമായിരിക്കില്ല നൽകുന്നത്. ഇനിയിപ്പോ UDF അങ്ങനെ തീരുമാനിച്ച സാഹചര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് പാർട്ടി ചെയർമാനുമായി ആലോചിച്ച് തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. CPM സംസ്ഥാന സമിതി യോഗം ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. സെയ്ഫ് സൈൻലാബ്ദീൻ ടെലിഫോൺ ലൈനിൽ. സെയ്ഫ്, എന്താണ് സംസ്ഥാന സമിതിയുടെ വിശദാംശങ്ങൾ? ചില സുപ്രധാന തീരുമാനങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടുണ്ട്. LDFിലേക്ക് വരാൻ JDU താല്പര്യം കാണിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യാൻ
CPIMന്റെ സംസ്ഥാന സമിതി ഇന്ന് തീരുമാനമെടുത്തു. JDUവിന്റെ ഇപ്പോഴത്തെ നിലപാട് സ്വാഗതാർഹമാണ്. കൂടാതെ കേരള കോൺഗ്രസ് ബിയുമായി തുടർന്നും ഇതുപോലെ തന്നെ സഹകരിക്കാൻ തീരുമാനിച്ചു. JSSും അതുപോലെ തന്നെ CMBയിലെയും പ്രവർത്തകർക്ക് CPIMൽ ലയിക്കാം. അത് അവരെ ഘടകകക്ഷിയാക്കില്ല. കാരണം പാർട്ടി വിട്ടുപോയവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടി CPIMലേക്ക് ഘടകകക്ഷിയാക്കി LDFിലേക്ക് എടുക്കില്ല. അവർക്ക് ഈ പാർട്ടിയുമായി സഹകരിക്കാം, പാർട്ടിയുമായി ലയിക്കാം എന്നും തീരുമാനമെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം JDUവിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നികേഷ്. JDUവിനെ സ്വാഗതം ചെയ്യാൻ CPM സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നു. ബിയുമായി സഹകരിക്കും. CMPക്കും JSSനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേരാനാകില്ല. പകരം CPIMൽ ലയിക്കണം. പാർട്ടി വിട്ടുപോയി മറ്റ് ഒരു പാർട്ടി രൂപീകരിച്ച സ്ഥിതിക്ക് അവരെ മുന്നണിയിൽ ഉൾക്കൊള്ളാനാകില്ല എന്നാണ് CPM സംസ്ഥാന സമിതിയുടെ തീരുമാനം. വിവരങ്ങൾ നൽകിയത് സെയ്ഫ് സെയിൻ ലാബ്ദീൻ, തിരുവനന്തപുരത്ത് നിന്നും. വീണ്ടും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മധ്യമേഖലാ ജാഥ മാറ്റിവെക്കാൻ UDF കക്ഷി നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. ഈ മാസം 27-നാണ് മധ്യമേഖലാ ജാഥ ആരംഭിക്കുക. അന്വേഷണം നീളുന്നതിൽ കേരള കോൺഗ്രസ് എം അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. PC ജോർജ് ടെലിഫോൺ ലൈനിൽ. PC ജോർജ്, 27-ന് ജാഥ തുടങ്ങുന്നു. 19-ന് 3 മധ്യമേഖലാ ജാഥകൾ തുടങ്ങും. 22-ന് തുടങ്ങാൻ കഴിയില്ലേ എന്ന് കേരള കോൺഗ്രസ് എമ്മിനോട് കോൺഗ്രസ് ചോദിക്കുന്നു. വേണ്ട, 27-ന് മതി എന്ന് കേരള കോൺഗ്രസ് എം പറയുന്നു. എന്താണ് 27-ൻ്റെ ഒരു പ്രത്യേകത? വേറെ കാര്യമൊന്നുമില്ല. PC ജോർജ്, കേൾക്കുന്നില്ല. താങ്കളുടെ ശബ്ദത്തിൽ തകരാറുണ്ട് എന്ന് തോന്നുന്നു. ടെലിഫോൺ ലൈനിൽ റേഞ്ച് ലഭിക്കുന്നില്ല. ഒരിക്കൽ കൂടി. കേൾക്കാം. സംഭവം എന്താ, ഈ 27-ാം തീയതിക്ക് മുമ്പ് വിജിലൻസിനെ കൊണ്ട് വിജിലൻസിന്റെ നീതിമാനായ ഒരു ഉദ്യോഗസ്ഥരുടെ ADGP നാട്ടിലാക്കി അങ്ങനെ ജീവിച്ചിരിക്കുന്നു തെളിവില്ല. എവിടാന്ന് പറഞ്ഞ് വയനാട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ കൊന്നോ ഇല്ലയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കാം. 27-ാം തീയതിക്ക് മുമ്പ് കേസ് തീർപ്പാക്കുന്ന ഉമ്മൻചാണ്ടി വാക്ക് പറഞ്ഞതാ. ആ നിലയ്ക്ക് 27-ാം തീയതി യാത്ര വരുന്ന എനിക്ക് സംശയം, ഒരു യാത്ര നടത്താൻ പോലും യോജിക്കാൻ കഴിയാത്ത ഈ കക്ഷികൾ എങ്ങനെ ഒരു കക്ഷി മുന്നണിയാന്ന് പറയും? നാണം കെട്ട മുന്നണിയല്ലേ ഇത്? അല്ല, സ്വാഭാവികമായും 27-ന് സ്വാഭാവികമായും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചേ തീരൂ. 11-ാം തീയതിയോ 12-ാം തീയതിയോ, അതായത് ഇന്നലെയോ ഇന്നോ അമ്പിളിയുടെ നുണ പരിശോധന പൂർത്തിയാക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിന്മേൽ തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ആഴ്ച തന്നെ നുണപരിശോധന പൂർത്തിയാക്കും. പിന്നീടുള്ളത് ബാർ ഉടമകളുടെ നുണപരിശോധന ആവശ്യമാണ്. അത് അവരെ നേരത്തെ തള്ളിയിട്ടുണ്ട്. ഇനി കോടതിയിൽ അത് ഔപചാരികമായി തള്ളും. അപ്പോൾ സ്വാഭാവികമായും ഒരു 15-നും 25-നും ഇടയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും. യുക്തിസഹമായി താങ്കളാണ് ആ പാർട്ടിയിൽ ഇപ്പോഴും ഉള്ളതെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ പോരെ. എന്താണ് വിശദീകരിക്കാനുള്ളത് പൊതുസമൂഹത്തോട്? ബാർഗോഴയിൽ മാണിയുടെ പങ്കാളിത്തം അതില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ജാഥയ്ക്ക് പോകുന്ന നല്ലത്. നടക്കുകയില്ല. 14-ാം തീയതി ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. എന്റെ ഡയറി ഹാജരാക്കാൻ പോവാ വിജിലൻസിന് മുമ്പിൽ. ആ വിജിലൻസ് ഡയറി ഹാജരാക്കി കഴിഞ്ഞ് വിജിലൻസുകാരൻ പറയട്ടെ തീർക്കുമെന്ന്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരു എയർ കണ്ടീഷൻ മുറി പണിയിച്ചോട്ടെ, അവിടെ കിടക്കാം രണ്ടും കൂടെ. PC ജോർജ്, അതൊക്കെ താങ്കളുടെ മോഹമാണ്. അതിനപ്പുറത്തേക്ക് 27-ാം തീയതി ജാഥ തുടങ്ങാനും അത് ജോസ് കെ മാണിയെ കൊണ്ട് നയിപ്പിക്കാനും കെ മാണിക്ക് കഴിയും. ജോസ് കെ മാണിയെ കൊണ്ട് നയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ PC ജോർജിനെ പുറത്താക്കിയത്. അതൊക്കെ ഞാൻ കോവാറിന് കൊടുത്തിട്ടുണ്ട്. മാണി ഹൈക്കോടതി ഒന്ന് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും, ധൈര്യമായിട്ടിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കെ ബാബു ഒരു മാന്യത കാണിച്ചു. അങ്ങനെ കാശ് മേടിച്ച് KPCCക്കും AICCക്കും ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയ വാർത്തകൾ. താങ്കളിപ്പോ വിജിലൻസിന് നൽകാൻ പോകുന്ന മൊഴി കെ മാണിയുടെ കുടുംബത്തെ അലോസരപ്പെടുത്തുമെന്നൊക്കെ പത്രവാർത്തകൾ കണ്ടു. ആ നിലയിലാണോ താങ്കൾ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കാൻ പോകുന്നത്? എന്തായാലും കെ മാണിയുടെ കുടുംബത്തിലെ ഒരാളെ വിജിലൻസ് ഇനി മൊഴിയെടുക്കാൻ വിളിക്കില്ല എന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് വയനാട്ടിൽ കെ മാണിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. എന്റെ കത്ത് DGPയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. DGP വിളിച്ചില്ല. DGPയെ കോടതി പോയി ഞാൻ ചോദിക്കും, ഈ DGP എന്തൊട്ട് DGP ആന്ന് ചോദിക്കും. അതിന് SP വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. എപ്പോൾ വേണേ വന്ന് മൊഴി എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. മൊഴി എടുത്തില്ലെങ്കിൽ ഞാൻ ആ ആഫീസോട്ട് ചെന്ന് സത്യാഗ്രഹം ഇരിക്കും. എന്താണ് മൊഴി എടുക്കാത്ത പോലീസുകാരാന്ന് ചോദിക്കും. അത് തന്നെ മൊഴി എടുക്കും.
എന്റെ 2 ഡയറിയും കേരളത്തിലെ ജനങ്ങളുടെ സമക്ഷം ഞാൻ സമർപ്പിക്കും. ദയവായി തുടരുക, താങ്കൾ ദയവായി തുടരുക. ജോണി നെല്ലൂർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോണി നെല്ലൂർ, 22-ന് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ 27 മതി എന്ന് കേരള കോൺഗ്രസ് എം പറയുന്നു. 19-ന് പറ്റാത്തത്, 22-ന് പറ്റാത്തത്, 27-ന് എങ്ങനെയാണ് പറ്റുക? ഇല്ല, അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. 22-ന് വരെയാണ് മാണിസാറിന്റെ അസൗകര്യം. 22 മുതൽ 26 വരെയുള്ള അസൗകര്യം കോൺഗ്രസ് പാർട്ടിക്കാ. രാഹുൽ ഗാന്ധി വന്ന യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നു. അല്ല, അങ്ങനെയല്ല സംഭവിച്ചത്. 19-ാം തീയതി തുടങ്ങാനിരുന്നതാണ്. താങ്കൾ അടക്കമുള്ളവർ 4 മേഖലാ ജാഥകളും 19-ന് തുടങ്ങണമെന്ന വാദക്കാരായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ് നേതൃയോഗം കഴിഞ്ഞു. UDF-ൽ കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു, എന്നാൽ മാണിസാറെ 22-ന് നമുക്ക് പറ്റില്ലേ എന്ന്. അതുപോലെ 27-ന് മാത്രമേ പറ്റൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? നികേഷ്, ഇന്നത്തെ യോഗത്തിൽ ഞാൻ പങ്കെടുത്തില്ല. പക്ഷെ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയത് 22 വരെ നീട്ടിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികളാണ് 27 വരെ, 22 വരെ നീട്ടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വന്ന് പോകുന്നത് വരെ കൂടി അസൗകര്യമുണ്ട്, അതുകൂടി മാറ്റി കഴിഞ്ഞ് മതി എന്ന അഭിപ്രായം പറഞ്ഞു. അതെങ്ങനെയാണ്? രാഹുൽ ഗാന്ധി 26-ന് വരുന്നുണ്ട്. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? മധ്യമേഖലാ ജാഥ നടക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ VM സുധീരനോ വരേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം 26 എന്ന ദിവസം കോഴിക്കോട് മാത്രം സ്പെൻഡ് ചെയ്യാം. അവിടെ ജാഥ നടക്കുകയാണെങ്കിൽ തന്നെ അത് നേരെ തിരിച്ചാണ്. 22-ന് ആയിക്കൂടെ? കാരണം ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട് മധ്യമേഖലാ ജാഥ മാത്രമേ മാറ്റൂ. ഇനി അഥവാ മാറ്റുന്നുണ്ടെങ്കിൽ 2-3 ദിവസം, അങ്ങനെയാണ് 22-ന് എന്ന് ചോദിച്ചത്. 2-3 ദിവസം എന്ന് പറയുമ്പോൾ 19 മാറ്റി 22. അത് മാണിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് 27-ലേക്ക് അവർ നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. ഇവിടെ അമ്പിളിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ. അത് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഇനി ബാർ ഉടമകൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്, ഞങ്ങൾ നുണപരിശോധനയ്ക്ക് എന്തായാലും ഇല്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ PC ജോർജ് ഇപ്പം പറയുകയാണ് PC ജോർജിൻ്റെ മൊഴിയെടുക്കണമെന്ന്. അത് ഒരു ഔപചാരികത മാത്രമാണ്. PC ജോർജ് ആഗ്രഹിക്കുന്നത് പോലെ PC ജോർജിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി മാണിയുടെ വീട്ടുകാരെ ആരെങ്കിലുമോ മാണിയെ തന്നെയോ രണ്ടാമതൊന്നും വിളിപ്പിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടാകില്ല എന്ന് വയനാട്ടിൽ വെച്ച് ഉമ്മൻചാണ്ടി മാണിക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അതായത് 15-നും 25-നിടയിലും അന്തിമ റിപ്പോർട്ട് നൽകുന്ന വിധത്തിലാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും 27-ന് KM മാണി മധ്യമേഖലാ ജാഥയുമായി പോകുമ്പോൾ കേസിലൊരു തീർപ്പാകും. പക്ഷേ ഇപ്പോൾ ഈ 22 അല്ലെങ്കിൽ 27 എന്നുള്ള തീയതികൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ഒരു ജാഥ നിശ്ചയിച്ച തീയതിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് ഒരു വലിയ നേതാവിന്റെ വ്യക്തിപരമായ അസൗകര്യം മൂലമാണ്. അപ്പൊ വ്യക്തിപരമായ അസൗകര്യത്തിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ നേതാവിന് അനുകൂലമായ അനുയോജ്യമായ ദിവസം തുടങ്ങുക എന്നുള്ളതാണല്ലോ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ ഏറ്റവും യുക്തിപരമായ കാര്യം. ശരി, അല്ല അതിലൊന്നും തെറ്റില്ല. ഒരു നേതാവിന് ആ വ്യക്തിപരമായ അസൗകര്യം എന്ന് ചൂണ്ടിക്കാണിച്ച് UDF-നെ ബന്ദിയാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് നിങ്ങൾ വഴങ്ങുന്നുണ്ട് എങ്കിൽ അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ വിഷയം എന്താണ്? KM മാണി പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന നിലയിലല്ലേ UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 27-ന് തുടങ്ങുമ്പോൾ ആരാണ് ജാഥ നയിക്കാൻ പോകുന്നത്? താങ്കൾ വൈസ് ക്യാപ്റ്റനാണല്ലോ എറണാകുളം ജാഥയുടെ. ജോസ് കെ മാണി എന്ന താരതമ്യേന യുവാവായ ഒരു നേതാവ് നയിക്കുന്ന ജാഥയുടെ വൈസ് ക്യാപ്റ്റനാകാൻ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ശ്രീ ജോണി നെല്ലൂർ താങ്കൾ തയ്യാറുണ്ടോ? അല്ല, അതൊക്കെ നികേഷ് നിങ്ങളുടെ ഊഹാഭോഗങ്ങളല്ലേ അത്? അല്ലല്ല, അവര് ക്യാപ്റ്റനെ നിശ്ചയിക്കട്ടെ. ക്യാപ്റ്റനെ ആരാണെന്ന് അവർ നിശ്ചയിക്കട്ടെ. നിശ്ചയിച്ചു കഴിയുമ്പോഴാണല്ലോ മറ്റുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരേണ്ടത്. ഇപ്പൊ ജോസ് കെ മാണി ഇന്ത്യൻ പാർലമെന്റിലെ ഒരു അംഗമല്ലേ? അദ്ദേഹം ഒരു 2 പ്രാവശ്യം പാർലമെന്റിൽ പോയ ആളാണ്. അദ്ദേഹം MP ആണ്. അദ്ദേഹം ചെറുപ്പക്കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അയോഗ്യതയൊന്നും ഒരു അയോഗ്യതയുമില്ല. ചെറുപ്പക്കാരായ ആളുകൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം, അവരാണ് നേതൃത്വം വഹിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ താങ്കൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ എന്തുകൊണ്ട് മടിക്കണം? അങ്ങനെയാണെങ്കിൽ ഉള്ളൊരു വിഷയം, ഞാൻ ഈ 19-ാം തീയതി മുതൽ ജാഥ തുടങ്ങുന്നു എന്ന് വെച്ചതുകൊണ്ട് 19 മുതൽ 26 വരെയുള്ള തീയതി ജാഥയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് എന്റെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ 27 മുതൽ തുടങ്ങുമ്പോൾ തീർച്ചയായും എനിക്ക് അതുപോലെ വലിയ പാർട്ടിയൊന്നും അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടിയാണ്. വ്യക്തിപരമായും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആ ദിവസങ്ങളിൽ സൗകര്യപ്പെടുക എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, എന്താണ് ആലോചിക്കാനുള്ളത്? 27-ന് നമുക്ക് വേഗത്തിൽ ചർച്ച തീർക്കാം. ശ്രീ ജോണി നെല്ലൂർ, 27-ന് ജാഥ തുടങ്ങാനിരിക്കുകയാണ്. അതിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് താങ്കൾ. താങ്കൾ ജാഥയിൽ ഉണ്ടാകുമോ? ഒന്നാമത്തെ ചോദ്യം.
അല്ല, ജാഥകൾ ഉണ്ടാകണമല്ലോ. UDF തീരുമാനിച്ച UDF ആണ് എന്നെ വൈസ് ക്യാപ്റ്റനാക്കി തീരുമാനിച്ചത്. ഞങ്ങളുടെ പാർട്ടിക്ക് വൈസ് ക്യാപ്റ്റൻഷിപ്പ് തന്നപ്പോൾ UDF തന്നെ പറഞ്ഞു ജോണി നെല്ലൂർ വൈസ് ക്യാപ്റ്റൻ ആകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആയത്. ശരി, പ്രശ്നം തീർന്നു. 27-ന് ജോണി നെല്ലൂർ ജാഥയിൽ ഉണ്ടാകും. ഇനി ജോസ് കെ മാണി ആവുന്നതുകൊണ്ടും താങ്കൾക്ക് ബുദ്ധിമുട്ടില്ല? നികേഷ്, ഞാൻ വീണ്ടും പറയട്ടെ, ജോസ് കെ മാണി ആകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. ജോസ് കെ മാണി ആണോ? ജോസ് കെ മാണി ജോയ് എബ്രഹാം, കേരള കോൺഗ്രസ് എമ്മിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി, ഇന്ന് ക്ലിഫ് ഹൗസിന് മുന്നിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ ജോസ് കെ മാണി ആകാം എന്നാണ് പറഞ്ഞത്. ആരുമാകാം, ജോസ് കെ മാണിയുമാകാം. CF തോമസ് കഴിഞ്ഞാൽ പിന്നെ ജോസ് കെ മാണി അല്ലാതെ വേറൊരു നേതാവ് അവരുടെ പാർട്ടിയിലുണ്ടോ? അല്ല, ആയിക്കോട്ടെ, അതിനൊന്നും നമുക്കൊരു തർക്കമില്ല. ജോസ് കെ മാണിക്ക് ഒരു അയോഗ്യതയില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതനുസരിച്ച് 26-ാം തീയതി ജാഥ തീരുമാനിക്കുന്നു. എനിക്ക് 27-ാം തീയതി മുതൽ എനിക്ക് ചില മറ്റ് അസൗകര്യങ്ങളുണ്ട്. അത് ഞാൻ UDF നേതൃത്വത്തെ അറിയിക്കും. എന്റെ പാർട്ടിയിൽ നിന്ന് ഏറ്റവും മുതിർന്ന മറ്റൊരു അംഗത്തെ തന്നെ ഞാൻ ആ ജാഥയിലേക്ക് അംഗമായി കൊടുക്കും. പന്തളം സുധാകരൻ, ശ്രീ പന്തളം സുധാകരൻ, ഒരു ഘടകകക്ഷി നേതാവിന് MP വീരേന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം CPM വേദിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തുന്നു. മാണിക്ക് ജാഥയെ വേണ്ട, ഇപ്പോൾ അതിനോടൊക്കെ ഒരു ചതുർത്ഥി. ജോസഫ് മാണിയോടും തമ്മിലടിച്ച് നിൽക്കുന്നു, UDF-നോടും അകന്നു നിൽക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾക്കൊരു പൊതുവേദിയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളോട് ഒറ്റക്കെട്ടായി സംവദിക്കാൻ സാധിക്കുക? അല്ല, അതാണല്ലോ മുഖ്യമന്ത്രി പറയാനുള്ളത്, കോൺഗ്രസിന്റെ പ്രത്യേകത. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ കാലാവസ്ഥ വളരെ മോശമാണ്. ഇപ്പോ പല സ്ഥലങ്ങളിൽ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു, കനത്ത മഴ 17-ാം തീയതി വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തീരുമാനിച്ചത് 19-ാം തീയതി നടക്കും എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച ജാഥ മാണി സാറിന്റെ അസൗകര്യം പരിഗണിച്ചുകൊണ്ട് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഒരു മധ്യമേഖല ജാഥ തന്നെ. പക്ഷെ മധ്യമേഖലയാണ് മാറ്റിവെച്ചതെങ്കിൽ പോലും ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൽ പറയട്ടെ, ഞങ്ങൾക്കൊക്കെ വളരെയധികം വിഷമമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, സ്കൂൾ തുറക്കാൻ ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരും അതുമായി രക്ഷിതാക്കളൊക്കെ ആണല്ലോ ഇതിൽ സഹകരിക്കേണ്ടവരൊക്കെ. അവര് കുട്ടികളും സ്കൂളുകളും ഒക്കെയായി ബന്ധപ്പെടേണ്ട ഒരു സന്ദർഭത്തിൽ ജാഥ നീട്ടുമ്പോൾ അങ്ങനെയും ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ UDF-ന്റെ ഒരു പൊതുവായ തീരുമാനം. പിന്നെ ഈ ജാഥയുടെ തീയതി തീരുമാനിച്ചത് കോൺഗ്രസ് അല്ല, UDF ആണ്. UDF പുനരധികാര സമിതിയാണ് ഡേറ്റ് തീരുമാനിച്ച് 19 സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരം മേഖലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥയുടെ പ്രവർത്തനങ്ങളുമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഒരു ഇടുത്തി പോലെ ഇത് മാറ്റിവെച്ചത്. എന്തായാലും ഞങ്ങൾക്കൊക്കെ ഒരു സംശയം, മാണി സാറിനുണ്ടായ അസൗകര്യം തീർച്ചയായും UDF-ലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അത് പരിഗണിക്കണം. എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ പ്രത്യേകത. കോൺഗ്രസിന്റെ ഒരു പര്യായം, ഭൂമിയുടെ പര്യായമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്. ഇത്രമാത്രം ക്ഷമിക്കുന്ന ഒരു പാർട്ടി, ഇത്രമാത്രം മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്ന ഒരു പാർട്ടി ലോകത്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ സഹിക്കുകയാണ്. എന്തായാലും PS സുധീരൻ KPC പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, മാണി സാറിന്റെ അസൗകര്യം കൂടി കണക്കിലെടുത്ത് UDF തീരുമാനിച്ചത് ശരി. പക്ഷെ ഈ ജാഥ എന്തായാലും മാറ്റിവെക്കരുതെന്നുള്ള KPCCയുടെ നിലപാട് വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ പന്തളം സുധാകരൻ, എന്തായാലും 19-ാം തീയതി നിങ്ങൾ മറ്റ് മേഖലാ ജാഥകൾ മാറ്റാൻ കഴിയില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 19-ാം തീയതി 3 മേഖലാ ജാഥകൾ തുടങ്ങും. സ്വാഭാവികമായും കേരള കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 1, KM മാണിയുടെ വ്യക്തിപരമായ അസൗകര്യം. 2, ഞങ്ങളുടെ ജില്ലാ സമ്മേളനം അടക്കമുള്ള സംഘടനാ കാര്യങ്ങൾ നടക്കുകയാണ്, അതിനിടയിൽ വേണ്ട ഈ പൂട്ടുകച്ചവടം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ 19-ന് നടക്കാൻ പോകുന്ന ഈ മേഖലാ ജാഥകൾ, ഈ 19-ന് തുടങ്ങാൻ പോകുന്ന ഈ 3 മേഖലാ ജാഥകൾ കുളമാക്കാൻ സ്വാഭാവികമായും കേരള കോൺഗ്രസ് എം തയ്യാറാകില്ലേ? അല്ലെങ്കിൽ അതല്ലേ അവരുടെ മെയിൻ അജണ്ടയായി ഇനി വരാൻ പോകുന്നത്? ജാഥ പൊളിക്കണം, നമ്മളുടെ താല്പര്യപ്രകാരമല്ലാത്ത ജാഥ അല്ലേ ശ്രീ പന്തളം സുധാകരൻ? അല്ല, ഈ 19-ാം തീയതി നടത്താൻ പോകുന്ന ജാഥ എന്ന് പറഞ്ഞാൽ നേരത്തെ തീരുമാനിച്ച ഡേറ്റാണ്. അതിൽ ശ്രീ മാണി സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് മധ്യമേഖലാ ജാഥ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ശ്രീ പുതുശ്ശേരി പറയുന്നതിൽ ഒരു പുനഃക്രമീകരണം പോലുമില്ല. കാര്യം ഒറ്റ ജാഥയുടെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മറ്റൊന്ന്, 19-ാം തീയതി നടക്കുന്ന ജാഥയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാ തയ്യാറെടുപ്പിലും, ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനൊരു ബുദ്ധിമുട്ടുള്ളത് ഈ 15-ാം തീയതി വരെ ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്. അതിനിടയിൽ തന്നെയാണ് ഞങ്ങൾ UDF നേതാക്കന്മാരുമായും പ്രവർത്തകരുമായി യോജിച്ചുകൊണ്ട് ഈ ജാഥ വിജയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 27-ാം തീയതി കഴിഞ്ഞ
കഴിഞ്ഞാൽ 26-ാം തീയതി കഴിഞ്ഞാൽ അഖിലേന്ത്യാ ഞങ്ങളുടെ ഉപാധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിന് കോഴിക്കോട് എത്തുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെക്റ്റിക് പ്രോഗ്രാമാണ്. ജൂൺ 1-ാം തീയതി മുതൽ കാലവർഷവും വരികയാണ്. അപ്പോൾ ഇതിന് മുമ്പ് വേണം ഇതെല്ലാം നടത്താൻ. എന്തായാലും ഈ ജാഥയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷമായി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന UDF ഗവൺമെന്റിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കോവളത്ത് UDF ഉന്നതാധികാര സമിതി യോഗം ചേർന്ന സമയത്ത് വലിയ തോതിലുള്ള പ്രതിച്ഛായ നഷ്ടം ഈ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്നും ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി മെയ് ഏതാണ്ട് അവസാന വാരത്തോടു കൂടി ജാഥ നടത്താം എന്നുമാണ് തീരുമാനിച്ചത്. അപ്പോൾ എന്താണ് മനസ്സിലുണ്ടായിരുന്നത്? ഒന്ന് കെ ബാബുവിനെതിരെ ഉയർന്നിട്ടുള്ള ആക്ഷേപം, 2 കെ എം മാണിക്കെതിരായ ബാർ കുംഭകോണ കേസ്. അപ്പോൾ ഈ 2 വിഷയങ്ങളിലും നിയമപരമായ തീർപ്പുകൾ കൽപ്പിച്ചതിന് ശേഷമാണ് ജാഥയുടെ സ്കെഡ്യൂൾ എന്നാണ് കേരള കോൺഗ്രസ് എം വിചാരിച്ചത്. പക്ഷേ അതിനിടയിൽ തീർന്നിട്ടില്ല എന്നു മാത്രമല്ല, കുട്ടിയമ്മയെയും ജോസ് കെ മാണിയെയും വീട്ടുകാരെയും ഒക്കെ തന്നെ വലിച്ചേക്കുന്നു. ഇനിയിപ്പോൾ ഈ ആഴ്ച തന്നെ PC ജോർജ് മൊഴി നൽകാൻ പോകുന്നു. PC ജോർജ് ഇതിലെല്ലാം തന്നെയും കുടുംബാംഗങ്ങളെ മുഴുവൻ വലിച്ചേക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ജാഥ നടത്തിയിട്ട് എന്ത് കാര്യം, എന്താണ് നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത് എന്ന് കെ എം മാണി ചോദിക്കുമ്പോൾ അതിലല്ലേ യുക്തി? കെ എം മാണി സാർ അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് മന്ത്രിമാരുടെ പ്രതിച്ഛായയും കൂടി ചേർത്താണ് കൂട്ടിയാണ് വായിക്കേണ്ടത്. 2 2 മന്ത്രിമാരുടെ പ്രവർത്തനം, മന്ത്രിമാരുടെ പ്രതിച്ഛായ തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ 2ാം ഘട്ട ജനസമ്പർക്ക പരിപാടി തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടി വരികയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ തീർച്ചയായും അറിയിക്കണം. പിന്നെ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ പ്രതിപക്ഷ പ്രസ്ഥാനത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഒരുപാട് പ്രതിച്ഛായക്ക് ചെറിയ മങ്ങൽ ഏറ്റിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ ജനങ്ങളെ സമീപിക്കുകയാണ്. ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുകയാണ്. അതിന് മാണിസാറിന് വേണ്ടി കൂടി തന്നെയാണ് ഈ ജാഥ. മാണിസാറിന് മാത്രമല്ല, മാണിസാറിനും രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും അനിൽകുമാറിനും അങ്ങനെ കെ ബാബു ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് വേണ്ടി കൂടിയാണ് ഈ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണല്ലോ UDFിനുള്ളത്. UDFിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ മാത്രമല്ല UDFിന്റെ പ്രതിച്ഛായ നന്നാക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഈ ജാഥയിൽ അവിടെയാണ് ഞാൻ VM സുധീരനെ ഓർമ്മ വരുന്നത്. VM സുധീരൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കെ മാണിയുടെ സമ്മർദ്ദത്തെ കുറിച്ച് പറഞ്ഞത് താങ്കളും ഓർക്കുമല്ലോ. അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത്. ഇപ്പോൾ അങ്ങനെ വഴങ്ങിയല്ലോ. സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മാണി സാറിൻ്റെ ഒരു റിക്വസ്റ്റിന്, അത് വ്യക്തിപരമായ ഒരു റിക്വസ്റ്റിന് റിക്വസ്റ്റ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വഴങ്ങുകയല്ല. അത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് കാണിക്കുന്നത്. കാരണം ഒരുപാട് ഏത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഈ ലോകത്ത് കോൺഗ്രസ് അല്ലാതെ വേറെ ആരുണ്ട്? ഞങ്ങളെല്ലാവരുമായി നല്ല ബന്ധം ആണ് ഘടകകക്ഷികളുമായി പുലർത്തുന്നത്. അവിടെ ഒരു അലോസരം ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹം കൂടി കണക്കിലെടുത്താണ് മാണി സാർ പറഞ്ഞപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചത്. അതിന് മറ്റ് കേസുകളുമായിട്ടോ മറ്റ് കേസിൻ്റെ അന്വേഷണവുമായിട്ടോ കോഴക്കേസ് എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ വരുന്നതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. മാണി സാറും കൂടി ചേർന്നെടുത്ത കോൺഗ്രസിൻ്റെ ഇപ്പോൾ ശ്രീ VM സുധീരൻ പറഞ്ഞല്ലോ ജാഥ മാറ്റി വെക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷേ ആ ഡേറ്റ് തീരുമാനിച്ച ഞങ്ങളല്ല, UDF എടുത്ത തീരുമാനം. ആ UDF എടുത്ത തീരുമാനം ശിരസാവഹിക്കാൻ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കിട്ടുമായിരുന്നു. KPCC എക്സിക്യൂട്ടീവിൽ വരുന്ന വിമർശനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് KPCC പ്രസിഡന്റ് വിശദീകരിക്കുക. KPCC എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളാണ്. ആ നേതാക്കൾ പറയുകയാണ് മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങണ്ട, ജാഥ നടക്കണം. ജാഥ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ ഘടകകക്ഷി നേതാക്കളുമാണ്. അവിടെ മാണിക്ക് വേണ്ടി മാത്രമായി വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന്. അപ്പോൾ ആ നിലയിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു പക്ഷത്തും നിങ്ങൾ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയുമായിട്ടാണ് കാണുന്നത്. അത് പ്രാദേശിക തലത്തിലുള്ള ഈ പറയുന്ന സംഘാടനത്തെ ബാധിക്കില്ലേ? അതായത് ജാഥയുമായി ഒന്നിച്ചു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകാനും, നിങ്ങൾ പോയി ജാഥ നടത്തും, ഞങ്ങളില്ല എന്ന് അന്നേ പറഞ്ഞതാണല്ലോ എന്ന് കേരള കോൺഗ്രസ് എമ്മും, നിങ്ങൾ വരില്ല എന്ന് പറയുന്നവരല്ലേ നിങ്ങൾ മാറി നിൽക്കുമെന്ന് കോൺഗ്രസും ഒക്കെ പറയുന്നൊരു സാഹചര്യം താഴെത്തട്ടിൽ ഉണ്ടാകാനിടയുണ്ട്.
അല്ല, 2-3 കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നികേഷ് ചോദിച്ച അവസാനത്തെ ചോദ്യം, ഞങ്ങളെക്കുറിച്ചാണ് സമ്മർദ്ദം എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഞങ്ങളൊരു സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇതെന്നല്ല, കേരള കോൺഗ്രസ് കഴിഞ്ഞ 33 വർഷക്കാലമായി UDF-ൽ അചഞ്ചലമായി ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ കാലയളവുകളിൽ കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുമല്ല. സമ്മർദ്ദം എന്നുള്ള വാക്ക് ഞങ്ങളുടെ മേലാണ് ഉന്നയിച്ചതെങ്കിൽ അത് തെറ്റിപ്പോയി. അത് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ഞങ്ങളുടെ പറഞ്ഞത് എന്താണ്, UDF ഞങ്ങളുടെ ഒരു അസൗകര്യം ഞങ്ങൾ UDF നേതൃത്വത്തിന്റെ മുമ്പിലാണ് പറഞ്ഞത്. ആ UDF നേതൃത്വം ഈ കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം, യുക്തമായ തീരുമാനമെടുക്കണം. അതുമായി ഞങ്ങൾ സഹകരിക്കും. അതാണിപ്പോൾ പിന്നെ നികേഷ് പറഞ്ഞു ഈ ജാഥ പൊളിക്കാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. UDF ഞങ്ങളുടെ ആവശ്യം ചർച്ച ചെയ്തു. UDF തീരുമാനിച്ചു, മധ്യമേഖലാ ജാഥ മാറ്റാൻ തീരുമാനിച്ചു, മറ്റ് ജാഥകൾ നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ചില അസൗകര്യങ്ങളുണ്ട്, ആ അസൗകര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ജാഥയുമായി ഞങ്ങൾ സഹകരിക്കും. ഇന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ജോയി എബ്രഹാം യോഗത്തിന് ശേഷം പത്രലേഖകരോട് ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. 3 ജാഥകളിലും ഞങ്ങളുടെ പ്രതികളുണ്ടാകും. ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ ജാഥയോട് സഹകരിക്കും. ഞങ്ങൾ ജാഥയുടെ പുനഃക്രമീകരണമാണ് ആവശ്യപ്പെട്ടത്, ജാഥ വേണ്ട എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. മറ്റൊരു കാര്യം നികേഷ് ചോദിച്ചു, എങ്ങനെയാണ് 4 ജാഥകൾ ആരംഭിച്ചു, 19-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കും, 25-ാം തീയതി സമാപനം നടക്കും, പിന്നെ എങ്ങനെയാണ് ജാഥ ആരംഭിക്കുന്നത്? ഇതൊക്കെ വെറും ഭാവന സൃഷ്ടിയിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളാണ്. കാരണം 19-ാം തീയതി തിരുവനന്തപുരം ജാഥ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. മറ്റ് 3 ജാഥകൾ 3 ആളുകൾ ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചത്. 4 ജാഥകളുടെയും ഉദ്ഘാടനം 4ആണ്, 4 ജാഥകളുടെയും സമാപനം 4ആണ്. അതിന് ഈ പറയുന്ന ഒരു ഇതുമില്ല. അതുകൊണ്ട് ഒരെണ്ണം ഉദ്ഘാടനം ചെയ്തു പോയി വേറൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള, ഈ പറയുന്നത് കേട്ടാൽ തോന്നും ജാഥ വെച്ചിട്ടുള്ളതൊന്നും മാറ്റിയിട്ടില്ല. കേരളത്തിൽ ഈ തീരുമാനിച്ച തീരുമാനങ്ങളൊന്നും ഇതുവരെ ആരും മാറ്റിയിട്ടില്ല എന്ന് തോന്നും. നികേഷിനെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടന പ്രകാരം നോട്ടിഫൈ ചെയ്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി നോട്ടിഫൈ ചെയ്തതിന് ശേഷം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി മാറ്റിയത് 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്ന കാര്യമാണ് കേരളത്തിൽ. ഇതൊക്കെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. പരസ്പരം സഹകരിക്കുന്നവർ ആ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസൗകര്യങ്ങൾ പരിഗണിച്ച് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് അത്തരം കാര്യങ്ങൾ ആലോചിച്ച് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇത് വലിയ ഒരു ആനക്കാര്യമാണ്. ഒരു ജാഥയുടെ സമയക്രമത്തിൽ ഒരു പുനഃക്രമീകരണം വേണം എന്ന് പറയുന്നത് ഇതുവരെ നാട്ടിലെങ്ങും കേൾക്കാത്ത, ഇന്ന് വരെ ഈ രാജ്യത്ത് നടന്നിട്ടില്ലാത്ത ഏതോ ഒരു വലിയ സംഭവമാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഇതിനെ ചിത്രീകരിക്കുന്നത് തികഞ്ഞ അസംബന്ധമാണ്. വളരെ നന്ദി ശ്രീ ജോസഫ് എം പുതുശ്ശേരി. ജാഥ നന്നായി വരട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പന്തളം സുധാകരൻ, ജോസഫ് എം പുതുശ്ശേരി, ജേക്കബ് ജോർജ്, ജോണി നെല്ലൂർ, PC ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.